ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡ്, ബയൺ മ്യൂണിക് ടീമുകൾക്കൊപ്പം സ്പാനിഷ് വമ്പന്മാരായ അത്ലറ്റിക്കോ മാഡ്രിഡിനും തോൽവി. ഇന്ന് പോർച്ചുഗീസ് ക്ലബ് ബെൻഫിക്കയാണ് അത്ലറ്റിക്കോയെ പരാജയപ്പെടുത്തിയത്. എതിരില്ലാത്ത 4 ഗോളുകൾക്കായിരുന്നു ബെൻഫിക്കയുടെ ജയം. 13-ാം മിനിറ്റിൽ അക്തർകോഗ്ലുവിന്റെ ഗോളിൽ ബെൻഫിക്ക ലീഡെടുത്തു. രണ്ടാം പകുതിയിലാണ് ശേഷിച്ച ഗോളുകൾ പിറന്നത്. 51-ാം മിനിറ്റിൽ പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ച് ഏഞ്ചൽ ഡി മരിയ ലീഡ് ഇരട്ടിയാക്കി. 75-ാം മിനിറ്റിൽ ഒരു കോർണറിൽ നിന്ന് അലക്സാണ്ടർ ബാ ബെൻഫിക്കയുടെ 3-ാം ഗോളും നേടി. 84-ാം മിനിറ്റിൽ മറ്റൊരു പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ച കൊക്കു ബെൻഫിക്കയുടെ വിജയം പൂർത്തിയാക്കി. ഇതോടെ ചാമ്പ്യൻസ് ലീഗിൽ ആദ്യ 2 മത്സരങ്ങളും ബെൻഫിക്ക ജയിച്ചു. മറ്റൊരു മത്സരത്തിൽ ലിവർപൂൾ ഇറ്റാലിയൻ ക്ലബ് ബൊളോഗ്നയെ പരാജയപ്പെടുത്തി. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ലിവർപൂളിന്റെ വിജയം. 22-ാം മിനിറ്റിൽ സലായുടെ അസിസ്റ്റിൽ മക്കലിസ്റ്ററാണ് ആദ്യ ഗോൾ നേടിയത്. രണ്ടാം പകുതിയിൽ 75-ാം മിനിറ്റിൽ സോബസ്ലായുടെ പാസ് സ്വീകരിച്ച് മുന്നേറിയ മുഹമ്മദ് സല ലിവർപൂളിന്റെ ലീഡ് ഇരട്ടിയാക്കി വിജയമുറപ്പിച്ചു. അവസാന 9 ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളിൽ സലായുടെ 9-ാം ഗോളായിരുന്നു ഇത്. ലിവർപൂളും തുടർച്ചയായ 2ാം ജയമാണ് സ്വന്തമാക്കിയത്. മറ്റു മത്സരങ്ങളിലേക്ക് വരുമ്പോൾ സ്പാനിഷ് ക്ലബ് ജിറോണയെ ഡച്ച് ക്ലബ് ഫെയ്നോർഡ് 2-നെതിരെ 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഇറ്റാലിയൻ ക്ലബ് അറ്റ്ലാന്റ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഷാക്ടർ ഡോണിയാക്സിനെ വീഴ്ത്തി. സ്ട്രംഗ്രാസിനെ ക്ലബ് ബ്രൂഗെ എതിരില്ലാത്ത 1 ഗോളിനും പരാജയപ്പെടുത്തി. മൊണാക്കോ ഡൈനാമോ സാഗ്രെബ് മത്സരം ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.